ഏവർക്കും ഇലക്ഷൻ വന്ദനം, നമസ്കാരം. ഈ വീഡിയോ പ്രധാനമായും കേരളത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ സമ്മതിദായകരും ഈ രണ്ട് സമൂഹത്തിൽപ്പെട്ടിരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനതായ സാംസ്കാരികവും ആധ്യാത്മികവുമായ പൈതൃകത്തെ വിലമതിക്കുന്ന എല്ലാവരും, ജാതിമത ഭേദമന്യേ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഉള്ളടക്കമാണ് വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ ഇതിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് എന്നതിന് പ്രാവർത്തികമായ ഒരു നിർബന്ധമുണ്ട്, ഒരനിവാര്യതയുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കണം. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രമാണങ്ങളാണ്. മറ്റ് ഒരു ചാനലോ മെയിൻ ലൈൻ മീഡിയകളോ ഒന്നും കൈകാര്യം ചെയ്യാത്ത ആശയങ്ങളും സാധ്യതകളുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബിഷപ്പന്മാർ വളരെയധികം പ്രകോപിതരായിരിക്കുന്നത് FCRA നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുവാൻ അമിത്ഷാ കേന്ദ്രത്തിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ക്രിസ്ത്യാനികളെ ആകമാനം ബാധിക്കുന്ന പ്രശ്നമാണെന്നും അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വലിയ വലിയ പ്രയാസങ്ങൾ വരാൻ പോകുന്നുവെന്നും ഒക്കെയുള്ള പ്രചരണം നടക്കുന്ന കാലം. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ FCRA കൊണ്ട് സാധാരണ ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക്, സാധാരണ മുസ്ലിങ്ങൾക്ക് ഒരു മുട്ടുസൂചിയുടെ പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ FCRA ഭേദഗതി കൊണ്ടും അവർക്ക് ഒന്നും നഷ്ടപ്പെടാനോ ഭയപ്പെടാനോ ഇല്ല. എന്നാൽ തീർച്ചയായും മെത്രാന്മാർക്ക് ഇതൊരു വലിയ പേടി സ്വപ്നമാണ്. അവരുടെ മുട്ടിടിക്കുന്നുണ്ട്, മുണ്ട് നനയുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകതയുള്ള ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൈകാര്യം ചെയ്തത് കൊണ്ട് ഈ തരുണത്തിൽ അങ്ങ് മാറ്റിവെക്കുകയാണ്. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെ അടിവരയിട്ട് ഊന്നലോടെ പറയാനുള്ളത്, മതന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അടിസ്ഥാന പ്രശ്നം ഇതല്ലേ അല്ല. എന്നാൽ വളരെ വളരെ ഭീകരമായ ഒരു പ്രശ്നമുണ്ട്. അതിൽ ശ്രദ്ധ ചെലുത്താൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയാതെ പോകുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഒഴിവാക്കാനാണ് എന്നതായിരിക്കാം അതിൻ്റെ സാധ്യത എന്ന് ഞാൻ ഊഹിച്ചു പോകുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഏറ്റവും ഭീകരമായ പ്രശ്നം? അതായത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഏറ്റവും പേടിക്കേണ്ട, നമ്മെ ഞെട്ടിപ്പിക്കേണ്ട പ്രശ്നം എന്താണ്? അത് മറ്റൊന്നുമല്ല, ഹിന്ദുത്വയുടെ കാഴ്ചപ്പാടിൽ, ദർശനത്തിൽ, ഹിന്ദുത്വ വിഭാവന ചെയ്യുന്ന ഭാരതത്തിൽ, അവിടെ സൈദ്ധാന്തികമായ ദർശനത്തിൽ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വത്തിന് അവകാശമില്ല. അവർക്ക് ഇവിടെ മറ്റുള്ളവരെ പോലെ അവർക്ക് സമാനമായ അവകാശങ്ങൾ പ്രാപിപ്പാനോ പൗരത്വം പ്രാപിപ്പാനോ ഭരണഘടനയുടെ കീഴിൽ സംരക്ഷണം പ്രാപിപ്പാനോ ഉള്ള അർഹതയില്ല എന്ന സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. എന്തുകൊണ്ടാണ് ഇത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ശ്രദ്ധ ആകർഷിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം ഈ രണ്ട് വിശ്വാസ സമൂഹങ്ങളും അഭിമുഖീകരിക്കാൻ സാധ്യമല്ല എന്നിരിക്കെ ഇതിനോട് കണ്ണടച്ചുകൊണ്ടാണ് യാതൊരു പ്രസക്തിയുമില്ലാത്ത, അവരെ ബാധിക്കുന്ന ഒന്നുമില്ലാത്ത ഈ FCRA അമെൻമെൻറ്റിൻ്റെ കീഴിൽ പോകുവാൻ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ അവരുടെ മത നേതാക്കന്മാർ അവരെ പ്രേരിപ്പിക്കുന്നത് അതവരുടെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് എന്ന് ദയവായി തിരിച്ചറിയും. ഇനിയും
ഭാരതം ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ തീർച്ചയായും വീർ സവാക്കറും ഗുരു ഗോവൽക്കറും അല്ലെങ്കിൽ ഗുരുജിയും വിഭാവന ചെയ്ത ഹിന്ദു രാഷ്ട്രം ഇവിടെ യാഥാർത്ഥ്യമാകും. അതേതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അത് ഔദ്യോഗികമായ പ്രഖ്യാപനം, ഔപചാരികമായ പ്രഖ്യാപനം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു നാന്ദി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ FCRA അമെൻമെൻറ്റ് ബില്ലിലുണ്ട്. അതായത് FCRA നിയമങ്ങൾ ലംഘിച്ചത് കൊണ്ട് ഏതെങ്കിലും ഒരു NGOയുടെ FCRA അക്കൗണ്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കി കഴിഞ്ഞാൽ അങ്ങനെ വിദേശത്ത് നിന്നുകൊണ്ട് വന്ന പണം ഉപയോഗിച്ച് നിർമ്മിച്ച അല്ലെങ്കിൽ ആർജിച്ച സ്വത്തെല്ലാം ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന മർമ്മം. ഇതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. അതായത് ഈ രണ്ട് കൂട്ടരുടെയും സ്വത്ത് സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന ആശയം ആദ്യമായി ഭാരതത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുകയാണ്. അതാണ് ഈ അമെൻമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതാരും പറയുന്നില്ലതാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കും. ഹിന്ദുത്വ വിഭാവന ചെയ്യുന്ന സൈദ്ധാന്തികമായ അവിടെ നിർബന്ധമനുസരിച്ച് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പൗരന്മാരല്ലാതായി തീരുകയും അവരുടെ നില അല്ലെങ്കിൽ സ്റ്റേറ്റ് സബ്ജക്ട്സ്, അതായത് സർക്കാരിൻ്റെ ആശ്രിതരായി സർക്കാരിൻ്റെ പ്രജകളായി മാത്രം കഴിയുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരവകാശവും ആ ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സംരക്ഷണത്തിനും അർഹതയുണ്ടാകുകയില്ല. അവർ സ്റ്റേറ്റ് അവരോട് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിതരാണ്. അവർക്ക് ഭൂമി അവകാശമുണ്ടാകുകയില്ല. അവർക്ക് ആകെ കൈവശം വയ്ക്കാവുന്ന സ്വത്ത് ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് 2 ലക്ഷം രൂപ കവിയാൻ പാടില്ല. ഇത് മാത്രവുമല്ല, അവരെ ഡിറ്റൻഷൻ സെൻറ്ററിൽ പാർക്കാൻ മാത്രമേ അവർക്ക് അവകാശമുണ്ടാകുകയുള്ളൂ. സർക്കാർ നിശ്ചയിക്കുന്ന ഡിറ്റൻഷൻ സെൻറ്ററിൽ പാർത്തുകൊള്ളണം. അവിടെ സ്ത്രീയും പുരുഷനും തനിച്ച് താമസിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള വലിയ വലിയ ഭീകരമായ സാധ്യതകളുണ്ട് എന്ന് ഞങ്ങൾക്കൊന്നും അത് പ്രശ്നമേ അല്ല, അത് അറിയേണ്ട ആവശ്യമില്ല എന്ന വിധത്തിൽ എങ്ങനെയാണ് മനുഷ്യനായി പിറന്നവൻ നിലപാട് സ്വീകരിക്കാൻ ഒക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സാധ്യത വെച്ച് നോക്കുമ്പോൾ FCRAയിൽ കൂടെയോ FCRA അമെൻമെൻറ്റ് ബില്ലിൽ കൂടെയോ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കാൻ പോലും അർഹതയുള്ളതല്ല. പക്ഷേ അത് മാത്രം നമ്മുടെ ശ്രദ്ധയിൽ സ്ഥാപിക്കുവാനും അത് കത്തി ജ്വലിപ്പിക്കാനുമായ മെത്രാൻ സംഘം ശ്രമിക്കുന്നതിൻ്റെ കാര്യം അവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ അനുയായികളായിട്ടുള്ള വിശ്വാസികൾ ഏത് കുഴിയിൽ വീണാലും അവർക്കൊരു പ്രശ്നവുമില്ല. അവരുടെ പ്രശ്നം അവർ നോക്കിക്കോണം. ഞങ്ങളെ സംരക്ഷിക്കുന്ന കടമ മാത്രമേ നിങ്ങൾക്കുള്ളൂ, നിങ്ങളോട് ഞങ്ങൾക്ക് കടമയില്ല എന്നത് മാത്രമാണ് ഈ പുരോഹിത വർഗത്തിൻ്റെ നിലപാട് എന്നത് കഴിഞ്ഞ 5000 വർഷത്തെ മതചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ടറിയാം. ഇത് വളരെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഇനി വളരെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ട വേറൊരു ആശയം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ അനേകം കാര്യങ്ങൾ പറയാനുണ്ടായെങ്കിലും കൂടുതൽ ആശയങ്ങൾ ഉന്നയിച്ചാൽ ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ മറ്റുള്ള ആശയങ്ങൾ ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടാണ് VD സവാർക്കറും അതിനുശേഷം ഗുരുജിയും ഭാരതം എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വ അവകാശം ഉണ്ടാകരുത് എന്ന് നിർബന്ധം പിടിച്ചത്? അതിനെന്തെങ്കിലും ഒരു മർമ്മം കാണുമല്ലോ. ആ മർമ്മം
ആരും പൊതുരംഗത്ത് വെളിപ്പെടുത്തുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിശദീകരണം നിങ്ങൾക്ക് നൽകുവാൻ ബാധ്യസ്ഥനാണ്. ഗുരു ഗോപാൽജിയും അദ്ദേഹത്തിന് മുൻപ് വി.ടി. സവാർക്കറും കണ്ട ലോകത്തിൽ നമുക്കറിയാം, ദേശരാഷ്ട്രങ്ങൾ അത് സർക്കാരിൻ്റെ മേൽക്കോയ്മ, സ്റ്റേറ്റ് ആസ് ദി ആബ്സല്യൂട്ട് അതോറിറ്റി. അതിനകത്ത് അതിന് ബദലായ യാതൊരു അധികാരത്തെയും പൊറുക്കുക സാധ്യമല്ല. ഒരു രാജ്യത്തെ പൗരന്മാർ ആ രാജ്യത്തെ സർക്കാരിനോടും അതിൻ്റെ അധികാരികളോടും പരിപൂർണമായ കൂറും വിധേയത്വം പാലിക്കണം. അതിന് വിഘ്നം വരുത്തുന്ന ഒരു ഘടകമാണ് മതം. പ്രത്യേകിച്ച് ക്രിസ്തുമതവും ഇസ്ലാം മതവും അതിൻ്റെ ആധ്യാത്മിക ദർശനത്തിൽ മനുഷ്യൻ ലോകത്തോട് കൂറ് പാലിക്കുന്നതിനേക്കാൾ ദൈവത്തോട് കൂറ് പാലിക്കണമെന്നാണ് കട്ടായമായിട്ടുള്ള പഠിപ്പീര്. അങ്ങനെ വരുമ്പോൾ ഒരു സ്റ്റേറ്റിന് സിറ്റിസൻസിൽ നിന്ന് ലഭിക്കാവുന്ന ആ വലിയ വിധേയത്വം, ബ്ലൈൻഡ് ഒബീഡിയൻസ്, അത് സാധ്യമല്ലാതെ വരികയും സർക്കാരിന് ജനങ്ങളുടെ മേൽ ഉണ്ടാകാൻ താല്പര്യമുള്ള പരിപൂർണമായ നിയന്ത്രണത്തിന് തടസ്സം വരികയും ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് മതങ്ങളിലുമുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് സമാനമായ അവസ്ഥയോ അവകാശമോ കൊടുക്കരുത് എന്നാണ് അവർ തീരുമാനിക്കാനിടയായത്. ഇതിൻ്റെ യുക്തി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഭീകരതയും വ്യാപ്തിയും എത്ര ഭയാനകമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇലക്ഷൻ പ്രചരണമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ ഭാവി എന്തായിത്തീരും, നിങ്ങളുടെ മക്കളുടെയും വരുന്ന തലമുറകളുടെയും ഭാവി എന്തായിത്തീരും, നിങ്ങളിവിടെ 2ാം ക്ലാസ് സിറ്റിസൻസായി കഴിയണമോ വേണ്ടയോ എന്നതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടാകട്ടെ നിങ്ങൾ നിങ്ങളുടെ സമ്മതിദായ അവകാശം ഉപയോഗിക്കുന്നത് എന്ന് മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.